നമ്മുടെ തൃശ്ശൂർ എക്സിബിഷൻ കഴിയാറായി എന്നുള്ള ഒറ്റ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വിട്ടാട്ടെ എക്സിബിഷൻ കാണാനായിട്ട്. അപ്പോൾ പൂരം കഴിഞ്ഞ് ഞങ്ങൾക്ക് എക്സിബിഷൻ ഒന്നും പോകാനായിട്ട് സമയം കിട്ടിയില്ല. പിന്നെ നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം എക്സിബിഷൻ കാണാനായിട്ട് തൃശ്ശൂർക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലത്തെ പോലൊക്കെ തന്നെ എക്സിബിഷൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ 50 രൂപ. സ്റ്റാർട്ടിങ്ങിൽ ഇവരെ കണ്ടിട്ടാണ് നമ്മൾ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യാറ്, ഈ തലോണകൾ ഐറ്റംസ് ഒക്കെ. ഞാനും കൊച്ചും എൻ്റെ വൈഫും കൂടിയാണ് ഇന്ന് എക്സിബിഷൻ കാണാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടാ. മെയിനായിട്ട് അടുക്കളയ്ക്കുള്ള സാധനങ്ങളാണ് നമ്മൾ എക്സിബിഷനിൽ നിന്ന് വാങ്ങാറ്. കുറേ വെറൈറ്റി ഐറ്റംസ് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് സ്റ്റാളുകൾ കുറേ കൂടുതലുള്ളത് തോന്നിയിട്ടാണ്. പിന്നെ ഞാൻ ഒരു സ്പ്രയർ വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം നോട്ടം വെച്ചതാണ്. 100 രൂപയാണ് ആ സ്പ്രയറിന് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വണ്ടി കഴുകാനൊക്കെ ആയിട്ട് ഫോമൊക്കെ അടിക്കാനായിട്ട് നമ്മുടെ ബോട്ടിൽ ഇടുന്ന സാധനമാണ്. സംഭവം നല്ലൊരു ഐറ്റമാണ്. അതുപോലെ നമുക്ക് വെള്ളവും മണ്ണെണ്ണയൊക്കെ സ്പ്രേ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും കാണുന്ന പോലെ ഗ്ലാസ്സുകൾ. ഇപ്പോൾ ഇത്ര നമ്മൾ 2 ഗ്ലാസും മേടിച്ചിട്ടുണ്ട്. രണ്ടെണ്ണം അടിക്കാനായിട്ട് ഒരു വലിയ 2 ഗ്ലാസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ നൊസ്റ്റാൾജിയ ഐറ്റംസ്, മിഠായികൾ. ഇപ്പോൾ ഒന്നും നമ്മളങ്ങനെ വാങ്ങിയൊന്നുമില്ല. തുണികളൊക്കെ ഭയങ്കര വിലയാണ്, ഒടുക്കത്തെ വിലയാണ്. ബംഗാളികളൊക്കെ ഫിക്സഡ് റേറ്റ് നമ്മൾ ഇട്ടേക്കണേ. വില പേശനക്കാരനായിരിക്കും. പൂമാർ നല്ല നല്ല റേറ്റ് ഇട്ടേക്കണേ. നമ്മൾ പുറമേ 500 സാധനം 1000 രൂപയ്ക്കാണ്. പിന്നെ ഇപ്പോൾ ആകെ വില കുറഞ്ഞ് കിട്ടിയത് ഐസ്ക്രീമാണ്. അപ്പോൾ ഒരു ഐസ്ക്രീം മേടിച്ചു. പിന്നെ ഒരു വർഷം മുമ്പ് നമ്മൾ കഴിഞ്ഞ കൊല്ലം എൻ്റെ മൊബൈലിൻ്റെ ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ സെയിം കടയിൽ നിന്ന് നമുക്ക് വീണ്ടും അവരുടെ ഗ്ലാസ് അവർക്ക് തന്നെ കൊടുത്ത് പുതിയ ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെമ്പർ ഗ്ലാസ്സിന് 400 രൂപ റേറ്റ് ആയിട്ടാണ്. പിന്നെ ഇക്കറം വെറൈറ്റി ആയിട്ട് വന്നത് നമ്മുടെ മത്സ്യകന്യയാണ്. ഇപ്പോൾ 100 രൂപയ്ക്ക് 2 പേർക്ക് കയറാം. അപ്പോൾ ഞങ്ങളൊന്ന് കയറി ഇച്ചൂനൊന്ന് കാണിക്കാനായിട്ട്. അതേ മത്സ്യകന്യക്ക് അവിടെ കിടന്ന് വെള്ളത്തിൽ കിടന്ന് അർമാദിക്കുന്നുണ്ട്. ഇച്ചിനെന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല സമ്മതിക്കണേ വരല്ലേ വെള്ളത്തിൽ ഇങ്ങനെ എത്ര നേരം കിടക്കുന്നത്. പിന്നെ അതേ ഓടി ഇറങ്ങി. ഞങ്ങൾ സമയം ഒരുപാടായിരുന്നു. പിന്നെ ഞങ്ങൾ പാർക്കിലേക്കുള്ള പരിപാടിയാണ് എടുത്തത്. പിന്നെ അതേ 90s മറക്കാൻ പറ്റാത്ത നമ്മുടെ പഴയകാല ഐറ്റംസ്. പിന്നെ നമ്മുടെ കളികൾ ഒരുപാട് ഇഷ്ടമുള്ള ഇത്. കഴിഞ്ഞ കൊല്ലം ഞാൻ ഒരു ബോളിൻ്റെ ഇത് കളിച്ചായിരുന്നു. പിന്നെ അതേ എക്സിബിഷനിലെ ഏറ്റവും രസകരമായ സാധനമാണ് അതേ ഈ സംഭവം. വഞ്ചിയിൽ കയറുന്ന ആൾക്കാരെ കരച്ചിൽ താഴെ ഈണത്തിൽ നമുക്ക് കേൾക്കാം. പിന്നെ ഞങ്ങളിതേ നമ്മുടെ തീവണ്ടിയിലൊന്ന് കയറി. ഇതിന് പേടിയില്ലാത്തൊരു തീവണ്ടിയായിരുന്നു. അപ്പോൾ അത് 100 രൂപ ടിക്കറ്റ്. അപ്പോൾ ഞങ്ങൾ തീവണ്ടിയിലൊന്ന് കയറി. അത് മാത്രമേ ഞങ്ങൾ കയറിയുള്ളൂ. അതിൽ മാത്രം പിച്ചുവിൻ്റെ ഒരു ധൈര്യം കിട്ടുമെന്ന് വെച്ചിട്ട്. അപ്പോൾ കയറിയപ്പോൾ പുള്ളിക്കാരി ഒന്ന് കറഞ്ഞായിരുന്നു. പക്ഷേ വണ്ടി ഓടി തുടങ്ങിയപ്പോൾ ഇഷ്ടമായി. കാറ്റൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ സംഭവം ആൾക്ക് കൊള്ളായിരുന്നു. പിന്നെ അതേ ഇറങ്ങാൻ നോക്കിയപ്പോഴേക്കും പൊരിഞ്ഞ മഴ എന്ന് പറഞ്ഞ അടിപൊളി മഴ, ഇടിവെട്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും അത് തന്നെ കയറി. പിന്നെ അതേ നമ്മുടെ കുതിരയുടെ തലോട്ടി, ആനയുടെ തലോട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു തന്നെയാണ് കേട്ടോ. ഒരു വെറൈറ്റി കോഴികൾ, കാർഷിക ഫാമിൻ്റെ ഒക്കെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ നല്ലൊരു മഴ തോർന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി. അങ്ങനെ സമയം ഒരുപാട് വൈകി. അങ്ങനെ നമ്മുടെ എക്സിബിഷൻ കഴിഞ്ഞു കേട്ടോ.